ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ വീണ്ടും നമ്മളൊരു മലയാളം മൂവിയുടെ, ഇതിപ്പോൾ മലയാളം മൂവി എന്ന് പറയാൻ പറ്റില്ല, പല ഇഷ്ടംപോലെ ലാംഗ്വേജസിൽ ഇറങ്ങുന്നുണ്ട്. എന്നാലും ആ, പുതിയ ഒരു മൂവിയുടെ ട്രെയിലർ റിയാക്ഷനുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. ആൻഡ് ദ മൂവി ഇസ് നൺ അതർ ദാൻ കത്തനാർ. അപ്പോൾ ഓൾറെഡി ഭയങ്കര ഒരു ഹൈപ്പ് ഉണ്ട് ഫോർ ദിസ് മൂവി. അത് മാത്രമല്ല, ഈ ഇടയ്ക്ക് പേളിമാണി ഷോയിൽ വന്നപ്പോൾ ജയസൂര്യ പറഞ്ഞായിരുന്നു, ആഫ്റ്റർ ആ ഒരു 2020 ഓർ 2019 പുള്ളിക്കൊരു വലിയ ബ്രേക്ക് ഉണ്ടായിരുന്നു, ഒരു 4 years. ഹി ഡിഡ് നോട്ട് ഡു എനി ഫിലിംസ്. ആകപ്പാടെ ചെയ്തത് ആടും കത്തനാരും മാത്രമാണ്. അപ്പോൾ പുള്ളി പറഞ്ഞായിരുന്നു അത്രയും പുള്ളി ഇൻവെസ്റ്റ് ചെയ്തൊരു പടമാണ്. ബിക്കോസ് ആ ഒരു വേറെ ഒന്നിനോട്ടും ടൈം സ്പെൻഡ് ചെയ്യാതെ ഇതിനകത്ത് ഡെഡിക്കേറ്റ് ചെയ്ത്, ഈവൻ ആ ലുക്സും എല്ലാം കുറേ അതർ റീസൺസ് ഉണ്ട്. ബട്ട് ഹി ടോൾഡ് ഓൾമോസ്റ്റ് 11 ഫിലിംസ് ആണ് ഈ ഒരു മൂവി ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ പുള്ളി വേണ്ടാന്ന് വെച്ചത്. ബിക്കോസ് ഹി വോണ്ടഡ് ടു ഇൻവെസ്റ്റ് ഇൻ ദിസ് മൂവി. അപ്പോൾ ഓൾറെഡി ഒത്തിരി ഹൈപ്പ് ഉണ്ട് ഈ പടത്തിന്. ആൻഡ് ഇതിൻ്റെ ട്രെയിലർ കുറച്ച് ദിവസം മുമ്പ് റിലീസായിട്ടുണ്ട്. ആൻഡ് ഓൾമോസ്റ്റ് ഇപ്പം തന്നെ എവ്രി വൺ ഇസ് ടോക്കിംഗ് അബൌട്ട് ദ മൂവി. 3.6 മില്യൺ വ്യൂസ് ഉണ്ട് ഇതിന് ഓൾറെഡി. അപ്പോൾ ഐ തോട്ട് വൈ നോട്ട് വാച്ച് ദ വീഡിയോ ടുഗെദർ. ബട്ട് ബിഫോർ ഗോയിങ് ഇൻ ടു ദ ട്രെയിലർ, നമുക്ക് ഇതിൻ്റെ ഡയറക്ടർ, അതായത് റോജൻ തോമസിൻ്റെ മുമ്പത്തെ പടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സോ പുള്ളിയുടെ പടങ്ങളാണ് ഹോം, ജോ ആൻഡ് ദ ബോയ്, ആൻഡ് ഹിസ് ഡെബ്യൂ ഫിലിം വാസ് ഫിലിപ്സ് ആൻഡ് ദ മങ്കി പെൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളിക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണുള്ളത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദി യൂഷ്വൽ മൂവീസ് പോലെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം ഈ വായിച്ചതിൽ ഹോം ഇസ് വെരി ക്ലോസ് ടു ഒരു ഹാർട്ടിൽ ഭയങ്കര എന്താ പറയുക, ഒരു ഭയങ്കര ഫീലുള്ള പടമായിരുന്നു. ഒരു ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ഫീലിംഗ്. നമ്മുടെ യൂഷ്വൽ ഹൗസ് ഹോൾഡ്, ഇപ്പോഴത്തെ ഒരു ഹൗസ് ഹോൾഡിൽ ഒരു ഫാമിലിയിൽ നടക്കുന്ന പോലത്തെ കുറേ കാര്യങ്ങളും, ഓരോ ഇപ്പം മക്കളും ഇപ്പം ലൈക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയാലും രണ്ട് ഫ്രണ്ട്സ് തമ്മിലുള്ള ഇതായാലും എങ്ങനെയാണ് ആ ഓരോ കെമിസ്ട്രി, ഓരോ റിലേഷൻഷിപ്പ്, അത് അത്യാവശ്യം നല്ല രീതിയിൽ കാണിച്ചൊരു പടമാണ് ഹോം. സോ യെസ്, അപ്പം അതിനുശേഷം റോജൻ ചെയ്യുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് ഫിലിമാണ്. ആക്ച്വലി ദ ബഡ്ജറ്റ് ഇസ് ക്രേസി. അങ്ങനെ ഒരു ഫിലിമാണ് കത്തനാർ. ആൻഡ് ഓൾസോ കത്തനാർ പറയുമ്പോൾ ഇപ്പം ലോക കഴിഞ്ഞിട്ട്, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇടയ്ക്ക് ഏതൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു, മലയാളം ഫിലിം ഇസ് ആക്ച്വലി ഒരു ട്രാൻസിഷൻ മോഡിലാണ്. ഫ്രം കുറേ കാലം ഡ്രാമാസ്, കുറേ കാലം എന്താ പറയുക, ലവ് ലവ് ഡ്രാമാസ് അല്ലെങ്കിൽ ഫാമിലി ഡ്രാമാസ്, അതിൽ നിന്ന് സ്വിച്ച് ഇട്ട പോലെ മാറി. പിന്നെ കുറച്ചു കാലം ഫുൾ ത്രില്ലേഴ്സ് ആയിരുന്നു. ആൻഡ് ത്രില്ലേഴ്സൊക്കെ ആ ഒരു ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പോഴും ഒത്തിരി ത്രില്ലേഴ്സ് ഇറങ്ങുന്നുണ്ട്. പക്ഷെ ഇപ്പം ദർ ഇസ് ഒരു പുതിയ ജോണേഴ്സ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലോക, മസ്തിഷ്ക മരണം, അങ്ങനെ പുതിയ കാര്യങ്ങളും ഡിറക്ടേഴ്സ് ആർ കമ്മിങ് അപ്പ് വിത്ത് പുതിയ ദേ ആർ എക്സ്പെരിമെൻറ്റിങ് ആക്ച്വലി. അതുപോലെ ലോക, ഇഫ് യു സി, അതിനകത്തും ഇപ്പം ഫോക്ലോറിൻ്റെ കുറേ ഇപ്പം നീലി, കല്യാങ്കാട്ട് നീലി, ചാത്തൻ, അങ്ങനെ കുറേ ഇപ്പം നമ്മുടെ ഫോർ എക്സാമ്പിൾ കാന്താര എടുക്കാം. അതിനകത്താണെങ്കിലും അത് ഞാനിപ്പോൾ ഫോക്ലോർ എന്ന് പറയില്ല, കാരണം സ്റ്റിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കും ഇപ്പം തെയ്യം എന്നൊക്കെ പറയുന്നത് ഈവൻ ദോ ആ സിനിമയിൽ കാണിക്കുന്ന ആ ഒരു ലെവലിൽ ഇല്ലെങ്കിൽ പോലും കേരളത്തിലും ഐ തിങ്ക് കാസർഗോഡ്, കണ്ണൂർ സ്ഥലങ്ങളിൽ അതും വലിയ രീതിയിൽ ഇമ്പോർട്ടൻസ് ഉള്ളൊരു സംഭവമാണ്. സോ അങ്ങനെയുള്ള തീംസ് ഇപ്പം മൂവീസിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ കത്തനാർ എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഏഷ്യാനെറ്റിലെ പണ്ടത്തെ സീരിയലാണ് കടമറ്റത്ത് കത്തനാർ. അപ്പം ഞാനൊന്ന് കത്തനാറിനെ പറ്റിയിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. ആക്ച്വലി ഇതൊരു ഫോക്ലോർ ആണോ അതോ എന്തെങ്കിലും ഇതിനകത്ത് എത്രത്തോളം വാസ്തവം ഉണ്ട് എന്നുള്ളത്. അപ്പം ഇതിനകത്ത് ആക്ച്വലി പറഞ്ഞിരിക്കുന്നത്, കത്തനാർ എന്ന് പറയുന്നത് മൊത്തത്തിൽ ഒരു കടം കഥ മാത്രമല്ല, അതിനകത്ത് കുറച്ച് സത്യമുണ്ട്. സോ അതായത് പൗലോസ് എന്ന് പറയുന്ന ഒരു ഓർഫൻ, അനാഥൻ, ആക്ച്വലി പുള്ളി കാട്ടിൽ കളഞ്ഞു പോകുന്നു. കുഞ്ഞായിരുന്ന സമയത്ത് കാട്ടിൽ എങ്ങനെയോ കളഞ്ഞു പോകുന്നു. ആ കുട്ടിയെ ഒരു ട്രൈബൽ ഗ്രൂപ്പ്, മല ആര്യാസ് എന്ന് പറയുന്ന അവർ ആക്ച്വലി പറഞ്ഞിരിക്കുന്നത് അവർ കിഡ്നാപ്പ് ചെയ്തു എന്നാണ്. അതിനകത്ത് എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അവിടെ പോയിട്ട് ഈ ട്രൈബൽ ഗ്രൂപ്പിൻ്റെ കൂടെ നിന്നിട്ട് ഈ കുട്ടി ആക്ച്വലി ഓൾമോസ്റ്റ് 12 വർഷത്തോളം മാജിക്കും സോസറീസും അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് കൂടുതലും ഒരു ബ്ലാക്ക് മാജിക് ആണ് പഠിച്ചത്. അത് പഠിച്ച് തിരിച്ച് കടമറ്റം എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് അവിടെ ആക്ച്വലി ഒരു ചേർച്ചിൽ ഇപ്പോഴും
പുള്ളിയായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയോ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്, നോട്ട് ഷുവർ. അപ്പോൾ ആക്ച്വലി തിരിച്ചു വന്ന് ആ ബ്ലാക്ക് മാജിക് പഠിച്ച മാജിക്കിൽ നല്ല കാര്യത്തിന് വേണ്ടി പുള്ളി യൂസ് ചെയ്തു, ഫോർ എ ഗുഡ് കോസ് പുള്ളി യൂസ് ചെയ്തു. പുള്ളിക്ക് കുറേ സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് ഈ ഈവിൾ നീലിയായിട്ട് പുള്ളിയുടെ വലിയൊരു അതായത് അസോസിയേഷൻ ഉണ്ട്. അതായത് കല്യങ്കാട്ട് നീലിയെ പുള്ളി നീലിയിൽ നിന്ന് ആ പ്രദേശത്തെ ആൾക്കാരെ രക്ഷിച്ചു മോചിപ്പിച്ചു എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നതെങ്കിലും അതും എനിക്ക് ഉറപ്പില്ല, കാരണം ലോക്കയിൽ വേറൊരു രീതിയിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. സോ ഐ എം നോട്ട് വെരി ഷുവർ. അപ്പം ആക്ച്വലി ഇങ്ങനെ ഒരു പുള്ളി ജീവിച്ചിരുന്നു 9th സെഞ്ച്വറിയിൽ എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ഇനി സംസാരിച്ച് സമയം കളയുന്നില്ല. സോ എനിക്ക് ആക്ച്വലി ഞാൻ ആദ്യം വിചാരിച്ചു ട്രെയിലറിലോട്ട് ഡയറക്റ്റ് പോകാമെന്ന്, പക്ഷെ ഇപ്പോൾ ഐ തിങ്ക് ട്രെയിലറിന് മുൻപ് ഈ മൂവി ഇറങ്ങുന്നതിന് മുൻപ് ഒരു ഫസ്റ്റ് ലുക്ക് അല്ലെങ്കിൽ ഗ്ലിംസ് പോലെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് 2 വർഷം മുൻപ്. ഓക്കെ, 2 years. അപ്പോൾ ആ വീഡിയോ ഫസ്റ്റ് കണ്ടിട്ട് വീൽ ഗോ ഇൻ ടു ദ ന്യൂ ട്രെയിലർ. മാറാബോയുടെ ശിഷ്യനെന്നും പറഞ്ഞ് ഇവരെല്ലാവരെയും കബളിപ്പിക്കുകയാണ്. ഈ പള്ളിക്ക് ചുറ്റും അവൻ ഇരുണ്ട മാന്ത്രികതയുടെ ഒരു വല നെയ്യും. ഈ മേടയിൽ തെളിഞ്ഞ വെളിച്ചം എന്നേക്കുമായി അണയപ്പെടും. വിഷയം അല്ലേ, ഒരു രക്ഷയില്ല. ഇനി നമുക്ക് ട്രെയിലർ കണ്ടു നോക്കാം. விஞ்ஞானத்தின் ரூபமும் உறவிடவும் எப்படியாயிருந்தாலும் காந்தல்லூர் ஷாலையில் அது வரவேற்கப்படும். ഇന്ദ്രജാലത്തെ ഞാൻ നമ്പുறதில்ல. അവബോധത്തിന്റെ രഹസ്യ മാർഗങ്ങളിൽ വരെ അവർ ഗവേഷണം ചെയ്യുന്നുണ്ട്. யாரோட நினைவுக்கும் எட்டாது எல்லாரும் அசந்து பார்க்க போற மாதிரி ஒரு மாயாஜாலம். நம்ம ஆன்மாவோட கலந்து நம்ம நினைவுகளோடு சங்கமிக்க போகிற ஒரு நிகழ்வு. ചേരരാജശ്രീക്ക് കുഞ്ഞമ്മനിൽ നിന്ന് വാഴ്ത്തക്കൾ. കണ്ടതും കേട്ടതും ഒന്നുമല്ല വരാനിരിക്കുന്നത്. ആപത്ത് കാലത്ത് വരുന്ന അതിമനുഷ്യൻ അഗ്നിയാണ്. കൈപിടിച്ചാൽ കരുതലും കൈവിട്ടാൽ കുട്ടിനാശവും ഫലം. ஒரு மனித உடம்பில் கொள்ளுന്നതിലും അധികം ശക്തി നിങ്ങൾ കട്ടുപെടുത്തിയിരിക്കുന്നു. നിങ്ങൾ പറയുന്നത് വിശ്വസിക്കുക. വേണാട് ആപത്തിലാണ്.
ഒരു രക്ഷയില്ലല്ലേ എന്നാ ട്രെയിലറാ. ഉഫ്, ജസ്റ്റ് കിഡ്ലും, വേറെ വാക്കുകളൊന്നുമില്ല. ബിഫോർ ടോക്കിംഗ് മോർ അബൌട്ട് ദിസ്, ലെറ്റ്സ് ജസ്റ്റ് ചെക്ക് ഔട്ട് ദ കമൻസ് ഓൾസോ. മലയാളം മൂവി തന്നെ ആണോടെ ഇതൊക്കെ? ദ വിഷ്വൽസ് ലുക്ക് സോ സ്റ്റണ്ണിങ്. സാൻഡീൻ, 2 timelines of Neeli. Yeah, Anushka Shetty's comeback. True. കരിയർ തന്നെ മാറ്റി പോകുന്ന മലയാളം പീക്ക് മൂവി. യെസ്. സോ യാ, ഒരു രക്ഷയില്ല. അമ്മാതിരി ട്രെയിലർ. VFX ടു ഗുഡ്, നോ അതർ വേർഡ്സ്. അടിപൊളി. ആക്ച്വലി ആ ഒരു ഫാൻറ്റസി, ആ ഒരു ഇത് ഈ വിഷ്വൽസ് നിന്ന് അത് ആക്ച്വലി ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ഫാൻറ്റസി ഫീലിംഗ് ഉണ്ട്. ആൻഡ് ഓൾസോ ദ കാസ്റ്റ്, എല്ലാവരും ഒരു വലിയ താരനിര തന്നെ ഉണ്ട്. ആൻഡ് ഓൾസോ സീയിങ് അനുഷ്ക ആഫ്റ്റർ സോ ലോങ്. ആൻഡ് ഓൾസോ എന്ത് രസമല്ലേ കാണാനായിട്ട്. ടു ഗുഡ്. ആൻഡ് ജയസൂര്യ ഒന്നും പറയാനില്ല. ഐ എം ആക്ച്വലി വെയിറ്റിംഗ് ടു സീ ഹിം ഇൻ ആക്ഷൻ. ഒരു രക്ഷയില്ല. എന്താ സ്ക്രീൻ പ്രസൻസ് എല്ലാവർക്കും അടിപൊളിയായിട്ടുണ്ട്. എൻറ്റയർ മൊത്തത്തിൽ ഭയങ്കര സിനിമാറ്റിക് ഒരു എക്സ്പീരിയൻസ് ട്രെയിലറിൽ തന്നെ. അപ്പം സിനിമ എന്തായിരിക്കും? ജസ്റ്റ് വെയിറ്റിംഗ്, നോ അതർ വേർഡ്സ് ടു സേ. യെസ്, അപ്പം അത്രയൊക്കെ ഉള്ളൂ കത്തനാറിൻ്റെ വിശേഷങ്ങൾ. ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ മൂവി ടു ഹിറ്റ് ദ തിയേറ്റേഴ്സ്. എന്തോ പഴയ കേട്ട കഥകളിൽ നിന്നും ഇത് കുറച്ച് വ്യത്യസ്തമാവും ഒരു ഫീൽ. കാരണം നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു സീരിയൽ കത്തനാറാണെങ്കിലും, അല്ലെങ്കിൽ കത്തനാറിൻ്റെ എവിടെ അത് വിശേഷിപ്പിച്ചാലും കത്തനാർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു എന്താ പറയുക, ഗുഡ് കോസിന് വേണ്ടി നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ ആക്ച്വലി പുള്ളി പഠിച്ചതിൽ പുള്ളിക്ക് കുറേ ബ്ലാക്ക് മാജിക് ഒക്കെ അറിയാം. എനിക്ക് തോന്നുന്നു ഇതിൽ അതിൻ്റെ കുറേ ഇത് കാണുമ്പോൾ ഒരു കുറച്ചുകൂടെ ഡാർക്ക് സൈഡ് ഓഫ് ഇറ്റ് കാണാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. നോട്ട് ഷുവർ. പക്ഷെ എന്നാലും ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ മൂവി. അതുവരേക്കും അത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. ബൈ.